ഹലോ. നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അപ്പം നമ്മൾ തിരിച്ചു വരുന്നത് ഗൂഡല്ലൂർ വഴിയാണ്. നാടുകാണി ചുരമൊക്കെ ഇറങ്ങിയാണ് വരുന്നത്. അപ്പോൾ ഈ റൂട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രതീക്ഷിക്കാതെ കുറേയധികം കാഴ്ച ഈ റൂട്ടിൽ കണ്ടു, അതുകൊണ്ടാണ് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തിങ്ങനെ വരുമ്പോൾ ഇഷ്ടംപോലെ കാടും വനമേഖലയും പിന്നെ മൃഗങ്ങൾക്ക് ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണുന്നുണ്ട്. ഗൂഡല്ലൂർക്ക് ഇവിടുന്ന് ഒരു 26 കിലോമീറ്റർ കാണിക്കുന്നത്. ഗൂഡല്ലൂർ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത് തമിഴ്നാട് സ്റ്റേറ്റിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത വഴിയിൽ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ, കാണാത്ത വഴികൾ എന്ന് പറയാം. അപ്പം നാടുകാണി ചുരം ഇറങ്ങി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഈ വഴിക്ക് വന്നത്. കാരണം കയറി വന്നത് വയനാട് ചുരം അല്ലെങ്കിൽ നമ്മുടെ താമരശ്ശേരി ചുരം വഴിയാണല്ലോ. അപ്പം നാടുകാണി ചുരം വഴി പോയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ആ വഴി പോകാമെന്ന് വെച്ചിട്ടാണ് ഈ വഴിക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ പ്രതീക്ഷിക്കുക ദേവാല ഹട്ടി എന്നൊക്കെ പറയും, ഈ വഴിയാണ് വന്നത്. അപ്പോൾ തമിഴ്നാടാണത് ബോർഡർ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ദേവാല ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിട്ട്, ഞാനത് ഒട്ടും എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ചെന്നപ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിലായതും കണ്ടതും ഒക്കെ. ഇഷ്ടംപോലെ തേയില കൃഷി, തേയില എന്ത് ഭംഗിയാണ് നിൽക്കുന്നത് നോക്കിയേ. എനിക്ക് ശരിക്കും മൂന്നാറിൽ കാണുന്ന പോലെ തേയിലയുടെ ഭംഗി തന്നെ ഇവിടെ അതിലും കൂടുതൽ ഭംഗിയായിട്ട് തോന്നും. അപ്പം ഇത് ഏത് സ്ഥലം, ദേവാലയം എന്ന് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴാണ് എനിക്ക് യൂട്യൂബിലൂടെ പല ഇൻഫർമേഷൻസ് യൂട്യൂബിലുണ്ടല്ലോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ദേവാലയത്തിൽ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണുള്ളത്. നമ്മൾ പോയി സമ്മർ ടൈമിന് ഓൾറെഡി പറഞ്ഞല്ലോ, ഈ സമ്മർ ടൈമിൽ പോയിട്ട് എത്ര ബ്യൂട്ടിഫുൾ. അപ്പം നമ്മൾ നല്ല ക്ലൈമറ്റിലൊക്കെ നമ്മളിപ്പം മസിൻ്റെ കൂടെ ഒരു ഊട്ടി എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു വഴിയാണ് കേട്ടോ ഈ റൂട്ട്. അപ്പോൾ ഇവിടുന്ന് ഊട്ടിക്ക് അധികം ദൂരമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ്. നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഊട്ടി എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ഒരു പ്ലേസും ഈ ദേവാല, ഉപ്പട്ടി, ദേവാല, ഈ സ്ഥലങ്ങളൊക്കെ ആണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ദേവാല എല്ലാം തന്നെ നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു ഊട്ടി പോലെ തന്നെ ഒരു ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും ഫീൽ ചെയ്ത് നമുക്ക്. നമ്മൾ ഏതൊരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോഴും ആ ഒരു ക്ലൈമറ്റ് നല്ല നോക്കി ട്രാവൽ ചെയ്യണം. അതാണ് എനിക്ക് മനസ്സിലായ അനുഭവത്തിൽ നിന്നും. നമ്മൾ നല്ല ക്ലൈമറ്റിൽ പോയില്ലെങ്കിൽ ഏത് സ്ഥലം പോയാലും നമുക്ക് ഭംഗി തോന്നുന്നില്ല. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ സമ്മറിലൊക്കെ പോയിട്ട് ചിലപ്പം ആ സ്ഥലം ഒരു ഭംഗി തോന്നില്ല. നമ്മൾ ഫോട്ടോയിൽ വീട്ടിൽ കാണുന്ന ഭംഗി ചെല്ലുമ്പോൾ കാണില്ല. അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് യാത്ര ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിക്ക് പോകാൻ പക്ഷേ നല്ല ഭംഗിയായിട്ട് തോന്നി. ഇവിടെ ഒന്നും കൂടി ഒരു വിൻ്റർ സമയത്തോടെ നല്ല മഞ്ഞും കോടയൊക്കെ ഇറങ്ങി നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇവിടെ കണ്ടു രണ്ട് സൈഡിലും തേയിലയാണ്. പക്ഷേ ഇപ്പോൾ തേയിലയൊക്കെ നല്ലോണം വെട്ടി ട്രിം ചെയ്ത് നിർത്തിയേക്കാണ്. പക്ഷേ ഓർത്ത് നോക്കി, ഇമാജിൻ ചെയ്ത് നമ്മൾ രണ്ട് സൈഡിലും തേയിലൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോൾ ആ ഒരു ഭംഗി എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളത് നല്ല ഭംഗി ഉണ്ടായിരിക്കും ആ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ. പിന്നെ അധികം തിരക്കുള്ള വഴിയല്ല ഇത്. നമ്മളിപ്പോൾ മൂന്നാർ പോലെ ഒതുക്കാൻ ബുദ്ധിമുട്ട്, ഇഷ്ടം പോലെ ടൂറിസ്റ്റ് അങ്ങനത്തെ ഒന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒതുക്കി ഇടാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലേസ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ വാഴത്തോപ്പ് ഇതിൻ്റെ ഇടയ്ക്ക്, തേയിലയുടെ ഇടയ്ക്ക് വാഴക്കൃഷി കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാഴയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടാൻ പറ്റും അങ്ങനെ. അപ്പോൾ അത് അങ്ങനെ കണ്ടു ആദ്യമായിട്ട്. നമ്മൾ ഈ യാത്ര പോകുമ്പോൾ എന്തൊക്കെയായാലും പ്രതീക്ഷിക്കാത്ത ഓരോന്ന് കാണുന്നതും അത് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ എന്നെ കാണുന്ന ട്രാവൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ഏതൊരു സ്കൂളാണ്, തമിഴ് മീഡിയം സ്കൂളാണ് കണ്ടത്. ബോർഡറോട് യാത്ര രസകരമായ യാത്രയാണ് ബോർഡറോട് ട്രാവൽ ചെയ്യുന്നത്. ബോർഡർ മീൻസ് തമിഴ്നാട് കേരള ബോർഡർ. എന്ത് കാറ്റാണല്ലോ ഇവിടെ, നല്ല നിൽക്കുമ്പോൾ നല്ല കാറ്റ്. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി ഒന്ന് ഇത്ര നേരം യാത്ര ചെയ്യലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് നടുവ് വർത്താനൊക്കെ ഓർത്ത് ഇറങ്ങി. നല്ല കാറ്റ് കേട്ടോ, ഇവിടെ നിന്ന് വരാൻ തോന്നുന്നത്. അത്രയും ഭംഗിയാണ് ഇവിടെ ഈ ഒരു ഏരിയ. നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ സ്ഥലമുണ്ട്. നമുക്ക് എത്രയും വിശ്രമിച്ചിരിക്കാം. അതിന് ഫുഡൊക്കെ അത് കഴിച്ച് റെസ്റ്റ് എടുക്കാം. പിന്നെ ഇത് ഇവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഒരു ടീ ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും തേയില തോട്ടം ഉള്ളതാണല്ലോ, അപ്പോൾ എന്തായാലും ടീ ഫാക്ടറി ഉണ്ടാവാതിരിക്കില്ല അല്ലേ. ഒരു ടീ ഫാക്ടറിയുടെ അടുത്ത് നമ്മൾ ഒതുക്കി നിർത്തിയത്. നല്ലൊരു സ്ഥലം. ഞാൻ വിചാരിച്ചത് ഏതാണത് ഈ സ്ഥലം, എനിക്ക് ഒട്ടും കേട്ടില്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഈ ദേവാല ഹട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ കുറേ ടൂറിസ്റ്റിലൊക്കെ പോയിട്ടുള്ള ഏരിയയാണ്. ഇവിടെ നിന്ന് ഊട്ടിക്കൊക്കെ പോകാൻ അത് ഡിസ്റ്റൻസ് ഒന്നുമില്ല, നല്ല വഴിയാണ്. പോകാത്തവർ എന്തായാലും റൂട്ട് ട്രാവൽ ചെയ്യണമെന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് നല്ലൊരു ക്ലൈമറ്റ് ട്രാവൽ ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നാടുകാണി ചുരം ഇറങ്ങാൻ വേണ്ടിയാണ് ഈ വഴിക്ക് വന്നത്. പക്ഷേ പ്രതീക്ഷിക്കാതെ നാടുകാണി ചുരത്തിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വന്ന റൂട്ടാണ് കേട്ടോ. നമ്മൾ നാടുകാണി ചുരം എത്തി. ഇവിടുത്തെ എക്കോ ടൂറിസം ഇഷ്ടംപോലെ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. നമ്മളൊന്നും നിർത്താണ്ട് നേരെ പോരെ ചെയ്ത്, നമുക്ക് സമയമില്ലാതൊന്നും നിർത്തിയില്ല അവിടെയൊന്നും. അപ്പം ചുരം ഇറങ്ങുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. നാടുകാണി ചുരം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്, അറിയായിരിക്കും. മലപ്പുറം ജില്ല വഴിക്കടവ് എന്ന സ്ഥലത്താണ് നാടുകാണി ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ യാത്രയിൽ പല ജില്ലകൾ കവർ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, നമ്മൾ വയനാട് ചുരം കയറിയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അത് കോഴിക്കോട് ജില്ലയിലാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ കോഴിക്കോട്, വയനാട്, തിരിച്ചിറങ്ങുമ്പോൾ മലപ്പുറം കവർ ചെയ്താണ് പോകുന്നത്. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും നിറയെ മരങ്ങളും അങ്ങനെയൊക്കെയാണ്.
ഈ ചുരം ഇറങ്ങുമ്പോൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് പോകുന്ന നാടുകാണി ചുരം അതുകൊണ്ടൊരു ഇതുവരെ പോയിട്ടില്ലോ, പക്ഷേ വയനാട് ചുരമാണ് ഭംഗിയായിട്ട് തോന്നിയത്. ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, റൂട്ടും നല്ല റൂട്ടൊക്കെ തന്നെ. ഇടയ്ക്ക് ചെറിയൊരു ഭാഗം മാത്രം ഒരു റോഡ് മോശമായിട്ട് തോന്നി, കുറച്ച് ഏരിയ മാത്രം, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വളഞ്ഞ വഴി, കാരണം വയനാട് ചുരം ചിലപ്പോൾ ബ്ലോക്ക് കിട്ടാം, അതുകൊണ്ടും കൂടിയാണ് ഈ വഴിക്ക് വന്നത് നമ്മൾ. പക്ഷെ നമുക്ക് യാത്രയിൽ എറണാകുളം വരാനായിട്ട് എളുപ്പം താമരശ്ശേരി ചുരം തന്നെയാണ്. നമ്മൾ ഈ വഴി വരാത്തതുകൊണ്ട് മാത്രം ഈ വഴിയൊന്ന് വന്ന് നോക്കിയതാണ്. അങ്ങനെ നമ്മൾ നിലമ്പൂരെത്തി. മലപ്പുറം ജില്ല നിലമ്പൂർ തേക്കുകൾക്ക് പ്രശസ്തമാണല്ലോ, നിലമ്പൂർ തേക്കിന് പ്രശസ്തമാണല്ലേ. അപ്പോൾ അങ്ങനെ നിലമ്പൂരെത്തി, നിലമ്പൂർ വഴിയും ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം മലപ്പുറം ജില്ല ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചൊരു ഇവിടുത്തെ ഈ പ്രത്യേകിച്ച് വടക്കോട്ടൊക്കെ ഉള്ള സ്നാക്സൊക്കെ നല്ല വെറൈറ്റി അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വിചാരിച്ചു കഴിക്കണം എന്നൊക്കെ. പക്ഷെ പല സ്ഥലത്ത് ഒതുക്കാൻ വല്ല സ്ഥലം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മളൊരു കടയിൽ കയറി അവിടുത്തെ വടക്കോട്ടുള്ള സ്പെഷ്യലായിട്ട് സ്നാക്സൊക്കെ പലതും കണ്ടു. അതിൽ നിന്ന് ഇതാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, ചൂടാറിയോണ്ട് തന്നെ കുറച്ചൊരു മരം പോലെ ആയിട്ടുണ്ട്, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.